പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെയും, ഇത് നോർത്ത് അയർലൻഡാണ്, ഡെറി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടുത്തെ ഫ്രാൻസിസ്കൻ മൊണാസ്ട്രിയിലാണ് ഇന്നത്തെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറയാം. Waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. Waymaker, miracle worker, light in the dark. That is who you are. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവേ, അങ്ങ് ക്രമീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ക്രമീകരിക്കണമേ. ഓ ജ്ഞാനമേ, അങ്ങ് ക്രമീകരിക്കണമേ. ഓ ജ്ഞാനമേ, അങ്ങ് ക്രമീകരിക്കണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മകനെ, മക്കളെ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ സമർപ്പണത്തെ ഞാൻ സ്വീകരിക്കുന്നു. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ ഞാൻ ബഹുമാനിക്കുന്നു. പ്രവചനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. എന്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു സകലതും ക്രമീകരിക്കുന്നവൻ. ഞാനെല്ലാം ക്രമീകരിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ ഞാൻ വലിയ കാര്യങ്ങൾ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭാപ്രബോധനങ്ങളെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ലോകമെല്ലാം അറിയട്ടെ. സഭാപ്രബോധനങ്ങളിലൂടെയും സഭയുടെ ഔദ്യോഗിക വ്യാഖ്യാനങ്ങളിലൂടെയും നിങ്ങൾ കുതിച്ചു മുന്നോട്ട് പോകുവീൻ. സഭാപ്രബോധനങ്ങൾ പഠിക്കാതെയും പഠിപ്പിക്കാതെയും സഭ എങ്ങനെ വളരും? അതിനാൽ ജനമേ, ഈ സഭാപ്രബോധനങ്ങളും പഠിക്കുന്നതിലൂടെ നിങ്ങൾ മാത്രമല്ല വളരുന്നത്, സഭ മുഴുവനും വളരുകയാണ്. സഭയുടെ ഓരോ കോശങ്ങളിലേക്കും ഈ രഹസ്യങ്ങൾ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അഭിമാനിക്കുവിൻ. നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും ഈ പഠനവും ഒരിക്കലും നഷ്ടമല്ല. അത് വലിയ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ജനമേ, എന്റെ ജ്ഞാനം നിങ്ങളിൽ ഞാൻ പകരുന്നു. ഞാൻ ജ്ഞാനമാകുന്നു. എന്റെ ജ്ഞാനത്തിനായി ദാഹിക്കുവിൻ. എന്റെ ജ്ഞാനസ്നാനത്തിലൂടെ എല്ലാ മനുഷ്യരിലേക്കും ഞാൻ പകർന്നിട്ടുണ്ടെങ്കിലും ആ ജ്ഞാനത്തെ ഓരോ ദിവസവും പുതിയ രഹസ്യങ്ങളിലേക്ക് വളരണം. എന്റെ ജ്ഞാനത്തിലൂടെ സഭയുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ വളരണം. എന്റെ ജ്ഞാനത്തിലൂടെ സഭാപ്രബോധനങ്ങളെ കാണണം. സഭാപ്രബോധനങ്ങളെയും സഭയുടെ വിശ്വാസ സത്യങ്ങളെയും എന്റെ ജ്ഞാനത്തിലൂടെ പഠിക്കണം.
ഓ ജ്ഞാനമേ, ശലഭക്കാരാ കിരലപുറ, എൻ്റെ മക്കളെ, നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ പുതിയ ജ്ഞാനം തരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ജ്ഞാനം നൽകുന്നു. നിങ്ങളുടെ ആത്മാവിൽ ഞാൻ പുതിയ പ്രകാശം നൽകുന്നു. നിങ്ങളുടെ ആത്മാവിനെ ഞാൻ വികസിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ ദൈവിക രഹസ്യങ്ങൾ ഞാൻ തുറക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ പുതിയ വിശ്വാസത്തിൻ്റെ മുകുളങ്ങൾ ഞാൻ മുളപ്പിക്കുന്നു. വിശ്വാസം നിങ്ങളിൽ പുതിയതായി മുളയ്ക്കട്ടെ. വിശ്വാസത്തിൻ്റെ ആ വൃക്ഷം നിങ്ങളിൽ വളരട്ടെ. അതോടൊപ്പം പുതിയ മുകുളങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തുറക്കട്ടെ. ശരബലമക്കുറ റബുലമക്കുറ റബുലമക്കുറ. ഓ ജനമേ, ഞാൻ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ തുറന്നു തന്നിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായതും ഇന്നേ വരെ കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ പ്രവേശിക്കാത്തതുമായ വലിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിതാ തുറന്നു തരുന്നു. സ്വീകരിക്കുവിൻ, സ്വീകരിക്കുവിൻ. എൻ്റെ വാത്സല്യഭാജനങ്ങളെ, ഞാൻ നിങ്ങളിൽ സംപ്രീതനാണ്. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. ഇതാ ഞാൻ നിങ്ങളിൽ ശക്തി പകരുന്നു, നിങ്ങളിൽ വിശ്വാസം പകരുന്നു, നിങ്ങളിൽ അഭിഷേകം പകരുന്നു. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും നിങ്ങളിലൂടെ ഞാൻ നടത്തും. ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളിലൂടെ ഞാൻ നടത്തും. ഈ ശുശ്രൂഷകളിൽ എക്കാലവും പങ്കുചേരാം. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, ഇത് ഓൺലൈനായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും അതിൽ ചാനലിൽ എപ്പോൾ വേണമെങ്കിലും ആർക്കും കയറി പഠിക്കാം. ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ വലിയ ചലനം ഞാൻ ഉണ്ടാക്കും. നിങ്ങളിലും ചലനമുണ്ടാക്കും. ഞാനാകുന്നു ആദിയും അന്തവും. ഞാനാകുന്നു ഇന്നലെയും ഇന്നും എന്നും. ഞാൻ എല്ലാം നന്നായി ക്രമീകരിക്കും. നിങ്ങൾ എന്നിൽ ദൃഢമായി ശരണപ്പെടുവിൻ. എൻ്റെ ശക്തി വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകട്ടെ. എൻ്റെ കൃപാവരങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് പൂർവാധികം ശക്തിയായി ഞാനിതാ ഒഴുക്കുന്നു. എൻ്റെ കൃപാവരങ്ങൾ പൂർവാധികം കരുത്തായി ഞാൻ നിങ്ങളിലേക്ക് ഒഴുക്കുന്നു. സ്വീകരിക്കുവിൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നന്ദി ഈശോയേ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, വണങ്ങുന്നു. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രവചനത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രവചനം ഇന്ന് തന്നെ ഞങ്ങളിൽ സംഭവിക്കട്ടെ. ഇന്ന് തന്നെ ഞങ്ങളിൽ സംഭവിക്കട്ടെ. ശരഹലബല ഹലബല 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 ഹലബല. അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. പ്രവചന സമയത്തുണ്ടായ രോഗശാന്തികളെ ആദ്യം കാണിച്ചിരുന്നത് പല്ലിന് ശക്തമായ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. പല്ല് വേദന.
മോണവേദന, മോണവേദന, ചെവിവേദന. ചെവിവേദന ഇപ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ട് ചെവിവേദന ഞാൻ എടുക്കണം. കർത്താവേ, ഈ ചെവിവേദന പല്ലുവേദന, മോണവേദന, ചെവിവേദന, ഇതെല്ലാം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈ പ്രവചനം ഇന്ന് തന്നെ പൂർത്തിയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മാമോദീസ രക്ഷാപദ്ധതിയിൽ മാമോദീസയുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയിൽ. അതാണ് നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. പഴയ ഉടമ്പടിയിലെ ഓരോ സംഭവങ്ങളിലും ഇപ്പം നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം, അതുപോലെ മോശയുടെ കാലത്തുണ്ടായ ചെങ്കടലിലൂടെ ജനം കടന്നു, ഇതൊക്കെ മാമോദീസായുടെ പ്രതിരൂപങ്ങളാണ്. ഓക്കെ, മാമോദീസയുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയിൽ. ലോകാരംഭം മുതൽ വിനീതവും വിസ്മയനീയവുമായ സൃഷ്ടിയായ ജലം ജീവന്റെയും ഫലപൂർണതയുടെയും ഉറവിടമായിരുന്നു. ലോകാരംഭം മുതൽ വിനീതവും വിസ്മയനീയവുമായ സൃഷ്ടിയായ ജലം ജീവന്റെയും ബലപൂർണതയുടെയും ഉറവിടമായിരുന്നു. ദൈവ ചൈതന്യത്താൽ ആവസിക്കപ്പെട്ട ഒന്നായി വിശുദ്ധ ഗ്രന്ഥം അതിനെ കാണുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അങ്ങയുടെ ചൈതന്യം ജലത്തിൻ്റെ മേൽ വ്യാപിച്ചിരുന്നു. അങ്ങനെ ജലത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി പ്രകൃതി ആഗിരണം ചെയ്യാനിടയാക്കി. മോണയുടെ സൗഖ്യം ലിസി അഗസ്റ്റിന് സൗഖ്യപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ സൗഖ്യത്തിൻ്റെ പ്രധാന ഇത് ഈ വചനം, ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനാണ്. ഈ പ്രവചനം കർത്താവ് പ്രവചിച്ചത് ഇതിൻ്റെ സാക്ഷ്യമാണത്. കർത്താവ് തന്നെയാണ്. ഇന്ന് പ്രവചനത്തിന് ഒരു തയ്യാറെടുപ്പും ഒന്നും ചെയ്യണയ്ക്ക് മുമ്പ് പ്രവചനം വരികയായിരുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ അങ്ങയുടെ ചൈതന്യം ജലത്തിൻ്റെ മേൽ വ്യാപരിച്ചിരുന്നു. അങ്ങനെ ജലത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി പ്രകൃതി ആഗിരണം ചെയ്യാനിടയാക്കി. അപ്പം നമുക്ക് ഒന്നുകൂടി 1218 നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ലോകാരംഭം മുതൽ വിനീതവും വിസ്മയനീയവുമായ സൃഷ്ടിയായ ജലം ജീവന്റെയും ബലപൂർണതയുടെയും ഉറവിടമായിരുന്നു. ദൈവ ചൈതന്യത്താൽ ആവസിക്കപ്പെട്ട ഒന്നായി വിശുദ്ധ ഗ്രന്ഥം അതിനെ കാണുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അങ്ങയുടെ ചൈതന്യം ജലത്തിന്മേൽ വ്യാപരിച്ചിരുന്നു. അങ്ങനെ ജലത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി പ്രകൃതി ആഗിരണം ചെയ്യാനിടയാക്കി. ഇനി 1218 സൈഡ് പാരഗ്രാഫ് 344. സർവസൃഷ്ടികൾക്കും ഒരേ സൃഷ്ടാവുള്ളതിനാലും സർവവും ദൈവമഹത്വം ലക്ഷ്യമാക്കി ക്രമീകരിക്കപ്പെട്ടതായതിനാലും എല്ലാ സൃഷ്ടികൾക്കും പരസ്പര അഭിമുഖമുണ്ട്. എൻ്റെ കർത്താവേ, അങ്ങയുടെ സർവസൃഷ്ടികളിലും പ്രത്യേകിച്ച് പകൽ സമയം ഞങ്ങൾക്ക് വെളിച്ചം തരുന്ന സഹോദരൻ സൂര്യനെ പ്രതി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഇത് ഫ്രാൻസിസ് അസീസിയുടെ മഹോന്നത സുന്ദരനും മഹാശോഭ ചൊരിയുന്നവനുമായ സൂര്യൻ അങ്ങയുടെ തന്നെ പ്രതിബിംബമാണ്.
എൻ്റെ നാഥ, അത്യധികം പ്രയോജനപ്രദവും വിനീതവും വിലപ്പെട്ടവളും നിർമ്മലവുമായ സഹോദരി ജലത്തെ പ്രതി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ നാഥ, അത്യധികം പ്രയോജനപ്രദവും വിനീതയും വിലപ്പെട്ടവളും നിർമ്മലയുമായ സഹോദരി ജലത്തെ പ്രതി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും വിവിധ ഫലവർഗങ്ങളെയും വർണ്ണപ്പകിട്ടാർന്ന പൂക്കളെയും പുൽച്ചെടികളെയും പുറപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിയായ മാതൃഭൂമിയെ പ്രതി, മാതൃഭൂമി, മദർ എർത്ത് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയണത്. അപ്പം ഇതൊക്കെയാണ് മനുഷ്യൻ പ്രബോധനം മനസ്സിലാക്കിയില്ലെങ്കിൽ പലരും അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ട്. ഇങ്ങനെ ഭൂമിയെ അമ്മ എന്ന് വിളിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് മാതൃഭൂമി എന്ന് നമ്മൾ കുഞ്ഞുനാൾ പോലെ പറയണം. അപ്പം ലത്തീനിലും ഇറ്റലിയിലൊക്കെ ടെറ മാത്രേ എന്നാണ്. ടെറ മാത്രേ, മാതൃഭൂമി, ടെറ മാത്രേ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് അതിനെ ചൊല്ലി കുറേ പേര് വേറെ ഉണ്ടാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് അസീസിയിലെ ഈ പ്രബോധനത്തെ അല്ലെങ്കിൽ ഈ ഗീതത്തെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. ലൗദാത്തെ സീൽ. ഇപ്പം ലൗദാത്തെ സീല് ഭൂമിയെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പല മീഡിയകളിലും പലതും എഴുതി. അപ്പം മനുഷ്യൻ ഈ യഥാർത്ഥ പ്രബോധനം പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ആ അജ്ഞതയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ നാഥ, അത്യധികം പ്രയോജനപ്രദയും വിനീതയും വിലപ്പെട്ടവളും നിർമ്മലയുമായ സഹോദരി ജലത്തെപ്പറ്റി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും വിവിധ ഫലവർഗങ്ങളെയും വർണ്ണപ്പകിട്ടാർന്ന പൂക്കളെയും പുൽച്ചെടികളെയും പുറപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിയായ മാതൃഭൂമിയെ പ്രതി എൻ്റെ കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുവിൻ. സവിനയം അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അവിടത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ 694 CCC 694 ജലത്തെക്കുറിച്ചാണ്. ജലത്തിൻ്റെ പ്രതീകാത്മകത മാമോദീസായിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അത് പുതിയ ജനനത്തിന് ഫലപ്രദമായ കൗദാശി അടയാളമായി തീരുന്നു. നമ്മുടെ പ്രഥമ ജനനത്തിന് മുൻപ് നാം ഗർഭത്തിൽ സംവഹിക്കപ്പെട്ടത് ജലത്തിലായിരുന്നു. അതുപോലെ ദൈവിക ജീവനിലേക്കുള്ള നമ്മുടെ ജനനം നമുക്ക് പരിശുദ്ധാത്മാവിലാണ് നൽകപ്പെട്ടതെന്ന് മാമോദീസ ജലം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളതുപോലെ ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരുമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ക്രൂശിതനായ കർത്താവാകുന്ന ഉറവിടത്തിൽ നിന്ന് പുറപ്പെടുകയും നമ്മിൽ നിത്യജീവനിലേക്ക് ഉദമിക്കുകയും ചെയ്യുന്ന സജീവ ജലം കൂടിയാണ്. അപ്പോൾ നമ്മൾ ജലത്താലും മാമോദീസ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ ജലം വാസ്തവത്തിൽ നമ്മുടെ കൂദാശയിൽ മാമോദീസായിൽ ആ ജലം ഈശോയുടെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജലമാണ്. കൂദാശകൾ ഈശോയുടെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജലത്തിലാണ്. ജലത്തിൻ്റെ പ്രതീകാത്മകത, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെക്കുറിച്ചുള്ള
694 ഖണ്ഡിക വളരെ ശ്രദ്ധേയമാണ്. നമ്മളിതിനു മുമ്പ് അത് പഠിച്ചിട്ടുള്ളതാണെങ്കിലും, അതായത് യഥാർത്ഥമായി ജീവജലം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ജീവജലത്തിൻ ഉറവയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി. അപ്പൊ ജീവജലത്തിന്റെ ഉറവ വാസ്തവത്തിൽ എവിടെയാണ് അത് ഉത്ഭവിച്ചത്? അത് ഉത്ഭവിച്ചത് അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉരുവായുമ്പോൾ നമ്മൾ ജലത്തിലാണ് ഉരുവായത്. ആ അമ്മയുടെ ഗർഭത്തിൽ നമ്മളായിരുന്നപ്പോൾ ആ ഗർഭപാത്രത്തിൽ നമ്മളായിരുന്ന ജലമാണ് വാസ്തവത്തിൽ ജീവജലം. അങ്ങനെ ആ ജീവജലത്തിൽ നിന്നും നമ്മൾ പുറത്തു വന്നു. അതിനെയാണ് ജനനം എന്ന് പറയുന്നത്. ജനനം. ആ ജീവജലത്തിൽ നമ്മൾ പുറത്തു വന്നു. ആ ജനനത്തിന് ശേഷം നമ്മളെ മാമോദീസായിൽ പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ വീണ്ടും ജനിച്ചു. അമ്മയുടെ ഗർഭത്തിൽ ആ ജലം എങ്ങനെ നമ്മളെ പരിപാലിച്ചുവോ എന്ന പോലെ ജീവജലം, പരിശുദ്ധാത്മാവാകുന്ന ജീവജലം സഭയുടെ ഗർഭപാത്രം ആയിക്കൊണ്ട് ആ ഗർഭപാത്രത്തിലെ സഭാമാതാവിന്റെ ഗർഭപാത്രത്തിലെ ജലമാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ നവജാത ശിശുവിന്റെ മാമോദീസായിലൂടെ ആ പരിശുദ്ധാത്മാവ് തുടർന്നുള്ള എല്ലാം തരുന്നു. ഒന്നുകൂടി അതൊന്ന് വായിക്കാം. അത് പുതിയ ജനനത്തിന്റെ ഫലപ്രദമായ കൗദാശി അടയാളമായി തീരുന്നു. കൗദാശി അടയാളം. നമ്മുടെ പ്രഥമ ജനനത്തിന് മുൻപ് നാം ഗർഭത്തിൽ സംവഹിക്കപ്പെട്ടത് ജലത്തിലായിരുന്നു. അതുപോലെ ദൈവിക ജീവനിലേക്കുള്ള നമ്മുടെ ജനനം നമുക്ക് പരിശുദ്ധാത്മാവിലാണ് നൽകപ്പെടുന്നതെന്ന് മാമോദീസ ജലം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. മാമോദീസ ജലത്തെ ആശീർവദിക്കുന്ന ആ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലിതെല്ലാം പറയുന്നുണ്ട്. അപ്പം ആ മാമോദീസ ജലത്തെ ആശീർവദിക്കുന്ന പ്രാർത്ഥനകൾ അതവിടെ അതിൽ പറയുന്നത് ഇതാണ്: ഈ ജലത്തെ ആശീർവദിപ്പിക്കണമേ. എന്നിട്ട് വൈദികൻ ക്രിസം ഓയിൽ കയ്യിൽ എടുത്തിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ചെറുമലബാർ കുർബാനയിലെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്: ഈ ജലത്തെ സഭയുടെ ഗർഭപാത്രമാക്കണമേ. അങ്ങനെ നമ്മൾ മാമോദീസ ജലത്തിലൂടെ സഭയുടെ ഗർഭപാത്രത്തിലേക്ക് മാറി. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച നമ്മളെ മാമോദീസ ജലമാകുന്ന സഭയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം. ആ സഭയുടെ ഗർഭപാത്രമാകുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മളിൽ ഒരു വീണ്ടും ജനനം സംഭവിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നത്, നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളത് പോലെ. അത് 1 കൊരിന്ത്യർ 12 ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുമായിരുന്നു, മാർപ്പാപ്പയായാലും ഒരു സാധാരണ ക്രിസ്ത്യാനി ആയാലും നമ്മൾക്ക് ഒരേ ആത്മാവാണ്.
നമ്മളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മളിൽ വരുന്നിരിക്കുന്ന ത്രിവിധ അഭിഷേകവും ഒരുപോലെയാണ്. ഒരേ ആത്മാവിനാൽ നമ്മൾ മാമോദിസ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നാൽ സഭയുടെ ഈശോയുടെ പ്രത്യേക പരിപാലന അനുസരിച്ച് ഓരോരുത്തർക്കും ചില പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. പ്രത്യേക ദൗത്യം. അപ്പം ഇന്നലെ ഞാൻ ഉണ്ടായിരുന്ന ആ കൊവേന്ത ബെൻബർബ് എന്ന് പറഞ്ഞൊരു കൊവേന്തയാണ്. അപ്പം ആ കൊവേന്തയിലെ കാർലോ അക്വിറ്റോസിന്റെ വലിയ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതെന്താണ് അങ്ങനെ അത് വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കൊവേന്തയിലെ ഒരച്ഛനാണ് കാർലോ അക്വിറ്റോസിനെ മാമോദിസ മുക്കിയത്. അപ്പം ഇപ്പൊ കാർലോ മാമോദിസ മുക്കി, ഫ്രാൻസിസ് അസീസിനെ മാമോദിസ മുക്കി, മാർപ്പാപ്പേനെ മാമോദിസ മുക്കി, നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇതെല്ലാം ഒരേ ആത്മാവാണ്. നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരേ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്നു. മാമോദിസയെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട വലിയ ഒരു കണ്ടെത്തലാണിത്. നമ്മളെല്ലാവരും 1 കൊറിന്ത്യർ 12:13 നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. 1219 വായിക്കാം. സഭ നോഹയുടെ പെട്ടകത്തെ മാമോദീസ വഴിയുള്ള രക്ഷയുടെ ഒരു പ്രതീകമായി കാണുന്നു. കാരണം അതുവഴി കുറെ പേർ, അതായത് 8 പേർ ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. കുറെ പേർ, ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചിട്ടുള്ളൂ. അവരാകട്ടെ എന്ന് പറഞ്ഞാൽ ആര്? പെട്ടകത്തിലുണ്ടായിരുന്നവരല്ല, അല്ലാത്തവര് നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. 1 പത്രോസ് 3:20 അങ്ങ് മഹാപ്രളയ ജലത്തെ ഒരേ യാഥാർത്ഥ്യത്തിന്റെ രഹസ്യത്തിൽ പാപത്തിന്റെ അന്ത്യവും നന്മയുടെ തുടക്കവും കുറിക്കുന്ന പുനർജനനത്തിന്റെ അടയാളമാക്കി. റോമൻ മിസലിലെ ഈ ജലാശീർവദനത്തിന്റെ പ്രാർത്ഥനയാണ്. അങ്ങ് മഹാപ്രളയ ജലത്തെ ഒരേ യാഥാർത്ഥ്യത്തിന്റെ രഹസ്യത്തിൽ, ഒരേ യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു നാണയം ഉണ്ടെങ്കിൽ ആ നാണയത്തിന് 2 വശമുണ്ട്, ഹെഡ് ആൻഡ് ടെയിൽ എന്ന പോലെ ഈ വെള്ളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അത് പാപത്തിനെ നശിപ്പിക്കുന്നു, അതേസമയം നന്മയെ തുടിപ്പിക്കുന്നു. ഒരേ ജലം ചെങ്കടൽ കടന്നപ്പോൾ ആ ജലത്തിലൂടെ ദൈവജനം രക്ഷിക്കപ്പെടുന്നു. എന്നാൽ ദൈവജനത്തെ പീഡിപ്പിച്ചിരുന്ന തിന്മയാവുന്ന ഫറവോയുടെ സൈന്യത്തെ നശിപ്പിക്കപ്പെടുന്നു. അപ്പം അവിടെ ഇപ്പൊ ചിലവർ ചോദിക്കും, ഈ ദൈവം ഇത്ര കരുണയെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഫറവോയുടെ ഈ ചെങ്കടൽ സമയത്ത് ഫറവോയുടെ സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചത്? ഒരിക്കലും ഒരു ഈ മാമോദിസയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മനിയിലാണ് ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന്, എവിടെയാ ദൈവം കരുണ എന്നൊക്കെ പറയണം, എന്നിട്ട് ഇത്രയും ജലത്തെ എന്തിനാ കൊന്നേ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് സമാധാനമാകും. ദൈവത്തെ സംബന്ധിച്ച് എല്ലാവരും ജീവിക്കുന്നവരാണ്. ഈ വെള്ളത്തിൽ കൊന്നു മരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും അവരുടെ ആത്മാവിനെ ദൈവം, അല്ലെങ്കിൽ അത് പ്രതീകാത്മകമായിട്ട് രക്ഷയുടെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയാണ്. പക്ഷെ അവര് ഇറങ്ങിപ്പോയി. അവർക്ക് ആ ഉത്തരം
സമാധാനം നൽകിയില്ല. നമ്മൾ സഭയുടെ പ്രബോധനത്തെ മാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല. ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. ഇന്നലെ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു സഹോദരി വന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു, അൽമായരെ ദൈവം ഒരുപാട് കാര്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് അൽമായരെ വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരം, ഹോളി കമ്മ്യൂണിയൻ മിനിസ്റ്റേഴ്സായിട്ട്, യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സായിട്ട് അൽമായരെ ഉയർത്തിയിരിക്കുന്നു. ഈശോ വൈദികനിലൂടെയും അൽമായരിലൂടെയും വന്നാലും ഈശോ തന്നെയാണ്. അതുകൊണ്ട് നമ്മളതിനെ ബഹുമാനിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ അൽമായരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ, അപ്പം അതിനകത്ത് ഒരു ആൾക്കത് സ്വീകാര്യമായില്ല. അവരെ പറയാൻ തുടങ്ങി, അൽമായര് വിശുദ്ധ കുർബാന കൊടുക്കരുത്. ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ പറയരുത്. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് സഭയിലൂടെ നടക്കുന്നത്. അപ്പം അവര് ചില മിസ്റ്റിക്സ് പറഞ്ഞേക്കണത് വൈദികൻ മാത്രമേ വിശുദ്ധ കുർബാന കൊടുക്കാൻ പാടുള്ളൂ, അൽമായർ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ പറയരുത്. സഭയുടെ പ്രബോധനം അനുസരിച്ച് സഭാ നേതൃത്വം അനുവദിച്ചതനുസരിച്ചല്ലേ ഒരാൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. അല്ലാണ്ട് അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് വിശുദ്ധ കുർബാന കൊടുക്കാൻ പറ്റുമോ? അവരെ ട്രെയിനിങ് കൊടുത്ത് അവരുടെ വിളിയാണത്. അവർക്കത് സ്വീകാര്യമായില്ല. അവർ പോയി. എന്നിട്ട് എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ദൈവമേ, ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞത് ശരിയാണെന്ന് പറയണോ? നമ്മൾ ഒരു വശത്ത് അൽമായരുടെ കർത്താവ് വളരെയധികം ഉയർത്തുന്നു. അപ്പോൾ അൽമായര് തന്നെ, അപ്പോൾ എന്താ ഒരു വിശുദ്ധ കുർബാന വിതരണം എന്നാ പറയുന്നത്? ഹോളി കമ്മ്യൂണിയൻ സമയത്ത് ഒരു അൽമായൻ നിൽക്കുന്നു, ഒരു അച്ഛൻ നിൽക്കുന്നു. കുറേ പേര് ആ അൽമായരുടെ ക്യൂയിൽ നിന്ന് മാറി അച്ഛൻ്റെ ക്യൂവിലേക്ക് പോകുന്നു. എങ്ങനെ പിന്നെ? അപ്പോൾ അതിനകത്തുണ്ടാവുന്ന വേറൊരു, ഞാനിത് പറയാൻ കാരണം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നമ്മൾ ബഹുമാനിച്ചാലല്ലേ പരിശുദ്ധാത്മാവിന് സന്തോഷമാവുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ഇതങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ സമയമാണ്. പരിശുദ്ധാത്മാവ് ഒരാളെ ഈ വരം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു, അവനെ യൂക്രിസ്റ്റിക് മിനിസ്റ്ററാക്കാൻ, അവനോ അവളോ. എന്നാൽ നമ്മൾ തന്നെ അൽമായരായ നമ്മൾ അത് സ്വീകരിക്കണില്ല, ആ ആളെ സ്വീകരിക്കണില്ല. ആ ആളുടെ ലൈനിൽ നിന്ന് മാറി മറ്റേ ലൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരെയാണ് ബഹുമാനിക്കാതിരിക്കുന്നത്? ആ വ്യക്തിയെ ഈ വരം നൽകി, ഈ ദൗത്യം നൽകി ഏൽപ്പിച്ച സഭയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ ബഹുമാനിക്കാത്തത്. പറഞ്ഞു വന്നപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ബോധ്യമായി. അപ്പം ഞാൻ ഒരു അൽമായൻ വിശുദ്ധ കുർബാന കൊടുക്കുന്നത് കാണുകയാണെങ്കിൽ ഞാൻ അവിടെ പോയേ സ്വീകരിക്കുള്ളൂ. എൻ്റെ ഹൃദയത്തിന് ദൈവത്തിൻ്റെ ഇത്രയും വലിയ ഒരു വരമല്ലേ അത്. അതുകൊണ്ട് അതിന് ഞാൻ ബഹുമാനിക്കണം. അച്ഛന്മാർ തീർച്ചയായിട്ടും കുഴപ്പമില്ല. അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. God bless you. God bless you.